കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന ഹാരപ്പൻ സംസ്കാര കേന്ദ്രം. ദ ഹാരപ്പൻ സൈറ്റ് വിച്ച് ഈസ് നോൺ ആസ് ദ മൗണ്ട് ഓഫ് ദ ഡെത്ത്. ഉത്തരം മോഹൻജൊഡാരോ. 2. ഉർ എന്ന പട്ടണം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദ ടൗൺ ഉർ ഈസ് റിലേറ്റഡ് ടു. ആൻസർ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ മെസപ്പൊട്ടാമിയൻ സംസ്കാരം. 3. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചതാര്? The Asiatic Society of Bengal was founded by. Answer William Jones. Spinning jenny കണ്ടുപിടിച്ചതാര്? Who invented spinning jenny? ഉത്തരം ജെയിംസ് ഹാർഗ്രീവ്സ്. അടുത്ത ചോദ്യം, റീഅറേഞ്ച് ദ ഫോളോവിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ചുവടെ തന്നിട്ടുള്ളവയെ കാലഗണനാ ക്രമത്തിലാക്കുക. ആദ്യത്തേത് ജാലിയൻ വാലാബാഗ് മസാക്കർ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അത് നടന്നത് 1919. രണ്ടാമത് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, മിൽ പണിമുടക്ക്. അത് നടന്നത് 1918. സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്, രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് 1931. ഞാൻ കോർപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, നിസ്സഹകരണ പ്രസ്ഥാനം 1921 അങ്ങനെയാണെങ്കിൽ ആദ്യം വരിക അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, അഹമ്മദാബാദ് മിൽ പണിമുടക്ക്. അങ്ങനെ വെച്ചാൽ ബി. രണ്ടാമത് വരിക ജാലിയൻ വാലാബാഗ് മസാക്കർ, എ. ബി, എ. പിന്നെ ഞാൻ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് 1921, അത് മൂന്നാമത് വരും. നാലാമത് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്, രണ്ടാം വട്ടമേശ സമ്മേളനം. അപ്പോൾ ആൻസർ വരിക ബി, എ, ഡി, സി. ഓപ്ഷൻ 4 ആയിരിക്കും ആൻസർ വരിക. അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദി ഫോളോവിങ് ഈസ് റോങ്ലി റിലേറ്റഡ്. ചുവടെ തന്നിട്ടുള്ളവയിൽ യോജിക്കാത്തതേത്? ഒന്നാമത്തത് ബ്രഹ്മസമാജ്, രാജാറാം മോഹൻ റോയ്. അടുത്ത രാമകൃഷ്ണ മിഷൻ, രാമകൃഷ്ണ പരമഹംസൻ. മൂന്നാമത്തത് ആര്യ സമാജ്, ദയാനന്ദ സരസ്വതി. നാലാമത് സത്യശോധക് സമാജ്, ജ്യോതിബ ഫുലെ. ഇതിൽ തെറ്റായതെന്ന് പറയുന്നത് രണ്ടാമത്തേതാണ്, രാമകൃഷ്ണ മിഷൻ, രാമകൃഷ്ണ പരമഹംസ എന്നത്. അടുത്ത ചോദ്യം, ജിയോഗ്രഫിക്കൽ ഫ്യൂച്ചർ ഓഫ് നെയ്തൽ റീജിയൻ ഈസ്. നെയ്തൽ എന്ന പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത എന്തായിരുന്നു? ഉത്തരം കോസ്റ്റൽ റീജിയൻ അല്ലെങ്കിൽ തീരപ്രദേശം. അടുത്ത ചോദ്യം, എക്സാമിൻ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് റെസ്പോൺസ് ഫ്രം ദി ഗീവൺ ഓപ്ഷൻസ്. ചുവടെ തന്നിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിച്ച് അനുയോജ്യമായ പ്രതികരണം താഴെ തന്നിട്ടുള്ളവയിൽ നിന്ന് കണ്ടെത്തുക. ആദ്യത്തേത് ഫത്തേപൂർ സിക്രി വാസ് ഫൗണ്ടഡ് ബൈ അക്ബർ. ഫത്തേപൂർ സിക്രി സ്ഥാപിച്ചത് അക്ബറാണ്. രണ്ടാമത്തെ പ്രസ്താവന, അക്ബർ ഇൻട്രൊഡ്യൂസ്ഡ് ദ മൻസബ്ദാരി സിസ്റ്റം ഇൻ ദി മുഗൾ എംപയർ. മുഗൾ സാമ്രാജ്യത്തിൽ മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് അക്ബറാണ്. ഇതിൽ രണ്ടും ശരിയാണ് പ്രസ്താവന. ആൻസർ വരിക നാലാമത്തേതാണ്. രണ്ട് പ്രസ്താവനകളും ശരിയാണ്, എന്നാൽ പ്രസ്താവന 2 പ്രസ്താവന 1ൻ്റെ ശരിയായ വിശദീകരണമല്ല. ഓപ്ഷൻ 4 ആയ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ചോദ്യം, സഭകളിലൂടെ ഗ്രാമ സ്വയംഭരണം ആരുടെ സവിശേഷതയായിരുന്നു? വില്ലേജ് ഓട്ടോണമി ത്രൂ സഭാസ് വാസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഫ്യൂച്ചർ ഓഫ്. ആൻസർ ദ ചോള കിങ്ഡം, ചോള രാജവംശത്തിൻ്റെ. ചോദ്യം, ബീഹാറിലെ ആരയിൽ 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആര്? Who led the revolt in 1850s at Ara in Bihar? Answer
കൻവർ സിംഗ്. അടുത്ത ചോദ്യം, വാർധാ വിദ്യാഭ്യാസ പദ്ധതി നിർദ്ദേശിച്ചത് ആര്? The Wardha education scheme was suggested by. ഉത്തരം മഹാത്മാഗാന്ധി. അടുത്ത ചോദ്യം, മാച്ച് ദ ലിസ്റ്റ് 1 with ലിസ്റ്റ് 2 ആൻഡ് സെലക്ട് ദി കറക്റ്റ് റെസ്പോൺസ് ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ദെറാഫ്റ്റർ. പട്ടിക 1, പട്ടിക 2 എന്നിവ പരിശോധിച്ച് ശരിയായി ക്രമപ്പെടുത്തുക. പട്ടിക 1 അല്ലെങ്കിൽ ലിസ്റ്റ് 1 നോക്കാം. ജോഹന്നാസ് ഗുട്ടൻബർഗ്, മൈക്കലാഞ്ചലോ, ആൻഡ്രിയാസ് വെസാലിയൂസ്, ഇഗ്നേഷ്യസ് ലയോള. ഇനി പട്ടിക 2 അല്ലെങ്കിൽ ലിസ്റ്റ് 2 നോക്കാം. ഫിസിയോളജി അല്ലെങ്കിൽ ശരീരശാസ്ത്രം, ബി സൊസൈറ്റി ഓഫ് ജീസസ്, സി പിയത, ഡി അച്ചടി അല്ലെങ്കിൽ പ്രിൻറ്റിംഗ്. ഇനി നമുക്ക് മാച്ച് ചെയ്യാം. ഒന്നാമത്തേത് ജോഹന്നാസ് ഗുട്ടൻബർഗ് ബന്ധപ്പെട്ടിട്ടുള്ളത് പ്രിൻറ്റിങ്, അച്ചടിയുമായിട്ടാണ്. രണ്ടാമത് മൈക്കലാഞ്ചലോ ബന്ധപ്പെട്ടിട്ടുള്ളത് പിയതയുമായിട്ടാണ് മൈക്കലാഞ്ചലോയെ മാച്ച് ചെയ്യേണ്ടത്. മൂന്നാമത് ആൻഡ്രിയാസ് വെസാലിയൂസ് ബന്ധപ്പെട്ടുള്ള ശരീരശാസ്ത്രം അല്ലെങ്കിൽ ഫിസിയോളജി, എ. ഇനി ഇഗ്നേഷ്യസ് ലയോള, അത് സൊസൈറ്റി ഓഫ് ജീസസ്. അപ്പോൾ 1 ഡി, 2 സി, 3 എ, 4 ബി. കറക്റ്റായ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. 1 ഡി, 2 സി, 3 എ, 4 ബി. ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, ദ ലെയർ ഇൻ എ പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റ് സീൻ ജസ്റ്റ് ബിനിത്ത് ദ ലിതോസ്ഫിയർ. ലിതോസ്ഫിയറിൻ്റെ തൊട്ടുതാഴെയായി സ്ഥിതി ചെയ്യുന്ന അർദ്ധദ്രാവകാവസ്ഥയിലുള്ള പാളി. ഉത്തരം എസ്തനോസ്ഫിയർ. അടുത്ത ചോദ്യം, ദ ലാറ്റിറ്റ്യൂഡിനൽ സർക്കിൾ വിച്ച് ഡിവൈഡ്സ് ദ എർത്ത് ഇൻ ടു 2 ഈക്വൽ ഹാവ്സ്. ഭൂഗോളത്തെ 2 തുല്യ അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശീയ വൃത്തം. ആൻസർ ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ. ഓപ്ഷൻ 3. 14ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് എ സെഡിമെൻ്ററി റോക്ക്. താഴെ പറയുന്നവയിൽ അവസാദ ശിലയേത്? ആൻസർ ലൈംസ്റ്റോൺ അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ല്. അടുത്ത ചോദ്യം, ദ റിവർ ഫ്ലോസ് ടു ദ ബേ ഓഫ് ബംഗാൾ. ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്ന നദി ഏത്? ആൻസർ റിവർ ഗോദാവരി. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ടേക്സ് ഓത്ത് ബിഫോർ. ഇന്ത്യൻ രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് ആരുടെ മുമ്പാകെയാണ്? ആൻസർ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ മുൻപിൽ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ ചുമതലയിൽ ഉൾപ്പെടുന്നത്? ഓപ്ഷൻസ്, അപ്പോയിൻറ്റ്സ് ദ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രിയെ നിയമിക്കുക, പ്രിസൈഡ്സ് ഓവർ ദ രാജ്യസഭ, രാജ്യസഭാ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുക, അപ്പോയിൻറ്റ്സ് ദ ഗവർണേഴ്സ് ഓഫ് സ്റ്റേറ്റ്, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അപ്പോയിൻറ്റ്സ് ദ ജഡ്ജസ് ഓഫ് ദി ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട്, ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക. ഇതിൽ ഉപരാഷ്ട്രപതിയുടെ ചുമതലയിൽ പെടുന്നത് പ്രിസൈഡ്സ് ഓവർ ദ രാജ്യസഭാ സെഷൻസ്, രാജ്യസഭാ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുക എന്നതാണ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റായ ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. താഴെ പറയുന്നവയിൽ അദിശ അളവ് ഏതാണ്? ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ഥാനാന്തരം, മാസ്, വെലോസിറ്റി പ്രവേഗം, ആക്സിലറേഷൻ ത്വരണം. ആൻസർ ഓപ്ഷൻ 2 മാസ്. അടുത്ത ചോദ്യം, ലാസ്കൗസ് കേവ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ. ലാസ്കോ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ 4 ഫ്രാൻസ്. അടുത്ത ചോദ്യം, ദ ടേം കലിബംഗൻ മീൻസ്. കലിബംഗൻ എന്ന പദം അർത്ഥമാക്കുന്നത്? ആൻസർ ബ്ലാക്ക് ബാംഗിൾസ്, കറുത്ത വളകൾ. അടുത്ത ചോദ്യം, ഉറുക്ക് വാസ് എ സിറ്റി ഇൻ. ഉറുക്ക് നഗരം
സ്ഥിതി ചെയ്തിരുന്നത്? ആൻസർ മെസൊപ്പൊട്ടാമിയ. അടുത്ത ചോദ്യം, ദ മെഗാലിത്തിക് ഏജ് ഓഫ് സൗത്ത് ഇന്ത്യ റിപ്രസെൻറ്റ്സ്. ദക്ഷിണേന്ത്യയിലെ മഹാശിലാ കാലഘട്ടം പ്രതിനിധീകരിക്കുന്നത്? അയൺ ഏജ് അല്ലെങ്കിൽ ഇരുമ്പുയുഗം. ദ മൂവന്താസ് ഓഫ് സൗത്ത് ഇന്ത്യ ഡിഡ് നോട്ട് ഇൻക്ലൂഡ്. ദക്ഷിണേന്ത്യയിലെ മൂവേന്തന്മാരിൽ ഉൾപ്പെടാതിരുന്നത്? ദ ചേരാസ് ചേരർ, ദ പാണ്ഡ്യാസ് പാണ്ഡ്യർ, ദ ചാലൂക്യാസ് ചാലൂക്യർ, ദ ചോളാസ് ചോളർ. ഇതിൽ ഉൾപ്പെടാത്തത് ചാലൂക്യർ. ഓപ്ഷൻ 3 ദ ചാലൂക്യാസ് ചാലൂക്യർ. അടുത്ത ചോദ്യം, നെയിം ദ ഏർലി ക്യാപിറ്റൽ ഓഫ് മഗധ. മഗധയുടെ ആദ്യ തലസ്ഥാനത്തിൻ്റെ പേരെഴുതുക. ആൻസർ രാജഗൃഹ അല്ലെങ്കിൽ രാജഗൃഹം. ദ ഏർലി ക്യാപിറ്റൽ ഓഫ് മഗധ ഈസ് രാജഗൃഹ. ടേം ഹൈറോഗ്ലിഫിക്സ് മീൻ. ഹൈറോഗ്ലിഫിക്സ് എന്ന പദം അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ 1 വെഡ് ഷേപ്പഡ്, ഓപ്ഷൻ 2 ഫെർട്ടൈൽ ക്രസൻറ്റ് ഫലഭൂയിഷ്ഠമായ ചന്ദ്രക്കല, ഓപ്ഷൻ 3 ഹോളി ലാൻഡ് വിശുദ്ധമായ സ്ഥലം, 4 ഹോളി റൈറ്റിംഗ്സ് വിശുദ്ധമായ എഴുത്ത്. ആൻസർ ഓപ്ഷൻ 4 ഹോളി റൈറ്റിംഗ്സ് വിശുദ്ധമായ എഴുത്ത്. അടുത്ത ചോദ്യം, ദ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ഈസ് നോൺ ആസ്. വൻകര ഭൂവൽക്കത്തെ അറിയപ്പെടുന്ന പേര്? ആൻസർ ഓപ്ഷൻ 2 സിയാൽ. അങ്ങനെ വെച്ചാൽ സിലിക്കൺ പ്ലസ് അലുമിനിയം സിയാൽ. കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ഈസ് നോൺ ആസ് സിയാൽ. ആൻ എക്സാമ്പിൾ ഫോർ മെറ്റമോർഫിക് റോക്സ് ഈസ്. കായാന്തരിത ശിലകൾക്കൊരു ഉദാഹരണം? ആൻസർ സ്ലൈറ്റ്. ഓപ്ഷൻ 4 സ്ലൈറ്റ് ആണ് കായാന്തരിത ശില അല്ലെങ്കിൽ മെറ്റമോർഫിക് റോക്കിന് ഉദാഹരണം. വേൾഡ് സോയിൽ ഡേ ഈസ് ഓൺ. ലോക മണ്ണുദിനമായി ആചരിക്കപ്പെടുന്നത് ഡിസംബർ 15-നാണ് വേൾഡ് സോയിൽ ഡേ ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ദ ടോട്ടൽ നമ്പർ ഓഫ് റിവേഴ്സ് ഇൻ കേരള. കേരളത്തിലെ ആകെയുള്ള നദികളുടെ എണ്ണം? ആൻസർ 44. അടുത്ത ചോദ്യം, ദ നോർത്തേൺ മോസ്റ്റ് ഡിസ്ട്രിക്റ്റ് ഇൻ കേരള. കേരളത്തിൻ്റെ ഏറ്റവും ഉള്ള ജില്ല? ആൻസർ കാസർഗോഡ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഹാസ് യൂണികാമറൽ ലെജിസ്ലേച്ചർ. താഴെ കൊടുത്തിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏകമണ്ഡല നിയമ നിർമ്മാണ സഭയുള്ളത് ഏതാണ്? ഓപ്ഷൻസ് ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കേരളം. ആൻസർ ഓപ്ഷൻ 4 കേരളം. അടുത്ത ചോദ്യം, ദ നെയിംസ് ഓഫ് സം പ്ലേസസ് ആൻഡ് ദെയർ ഫ്യൂച്ചേഴ്സ് ആർ ഗീവൺ ബിലോ. മാച്ച് ദം കറക്റ്റ്ലി. ചില സ്ഥലങ്ങളുടെ പേരുകളും അവയുടെ സവിശേഷതകളുമാണ് ചുവടെ തന്നിട്ടുള്ളത്. അവ ശരിയായി യോജിപ്പിക്കുക. പ്ലേസസ് അല്ലെങ്കിൽ സ്ഥലങ്ങൾ നോക്കാം. ബിംബേദ്ക, ബാഗോർ, എടക്കൽ, കത്തൽഹൊയൂക്ക്. സ്ഥലങ്ങൾ ബിംബേദ്ക, ബാഗോർ, എടക്കൽ, ചാതൽ ഹൊയൂക്ക്. നമുക്ക് ഇനി സവിശേഷതകൾ നോക്കാം അല്ലെങ്കിൽ ഫീച്ചേഴ്സ്. മെസോളിത്തിക് ഏജ് മധ്യശിലായുഗം. യൂസ് ഓഫ് കോപ്പർ ചെമ്പിൻ്റെ ഉപയോഗം. 3 റോക്ക് ഷെൽട്ടർ കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങൾ. 4 വയനാട്. ഇനി എ ബിംബേദ്ക നമുക്ക് യോജിക്കാവുന്നത് കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങൾ അല്ലെങ്കിൽ റോക്ക് ഷെൽട്ടർ. അപ്പോൾ A3 മൂന്നാമത്തിലേക്ക് മാച്ച് ചെയ്തു. റോക്ക് ഷെൽട്ടർ കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങൾ. ബി ബാഗോർ മാച്ച് ചെയ്യുന്നത് മധ്യശിലായുഗം എന്നതിലേക്കാണ്. ബാഗോർ മാച്ച് ചെയ്യുക മധ്യശിലായുഗം അല്ലെങ്കിൽ മെസോളിത്തിക് ഏജ്. അടുത്തത് സി എടക്കൽ വയനാടുമായിട്ട് മാച്ച് ചെയ്യാം. എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് വയനാടാണ്. ഇനി അടുത്തത് ചതൽ ഹൊയൂക്ക് യൂസ് ഓഫ് കോപ്പർ അല്ലെങ്കിൽ ചെമ്പിൻ്റെ ഉപയോഗം എന്നതിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. A3 B1 C4 D2 അങ്ങനെ വരുന്നത് ഏതാ? A3 B1 C4 D2. ആൻസർ ഓപ്ഷൻ 2 ആണ് ആൻസർ വരുന്നത്. ബിംബേദ്ക റോക്ക് ഷെൽട്ടർ
അല്ലെങ്കിൽ കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലം, ടാഗോർ മെസോളിത്തിക് ഏജ് അല്ലെങ്കിൽ മധ്യശിലായുഗം, എടക്കൽ, വയനാട്, കദൽഹൊയൂക്ക്, യൂസ് ഓഫ് കോപ്പർ, ചെമ്പിൻ്റെ ഉപയോഗം. ഓപ്ഷൻ 2 ആണ് ആൻസറായിട്ട് വരുന്നത്. കഴിഞ്ഞ വർഷത്തെ അതായത് 2019 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 1 മുതൽ 70 വരെയുള്ള ചോദ്യങ്ങൾ ഞാൻ അതിൽ ഉത്തരങ്ങളും പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ 2019 ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ വർഷത്തെ മോഡൽ പോലെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. താങ്ക്